കയറിയിട്ട് പോത്തിറച്ചി തിന്നുന്ന ലാഘവത്തോടുകൂടി, ഹോട്ടലിൽ കയറിയിട്ട് അതാ കോഴിയിറച്ചി അടിക്കുന്ന ലാഘവത്തോടുകൂടി ഇസ്ലാമിന്റെ വിശ്വാസം സ്ഥിരപ്പെടൂല. ഇവർക്ക് എന്ത് പറഞ്ഞാലും ഇറച്ചി തിന്നലേ ഓർമ്മ വരൂ, ഇവർക്ക് എന്ത് പറഞ്ഞാലും അതല്ലേ ഓർമ്മ വരൂ. ദീന് മനസ്സിലാക്കാൻ പോത്തിറച്ചിയുടെ മസല പോരാ, ലേബർ റൂമിലെ മസല പോരാ, അതിന് പ്രമാണം വേണം. അതാണ് അല്ലാഹുവിന്റെ കലാം. അതിന്റെ വിശദീകരണമായി നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതായ പിന്തുണയും പടച്ച റബ്ബ് വേണ്ട അറിയിച്ചു കൊടുത്തിട്ട് അവിടുന്ന് നമുക്കതാൻ പഠിപ്പിച്ചു തരുമ്പോ ആധികാരിക രേഖയായി അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിലതാ മുടിയും കൊണ്ട് നടക്കുകയാണ്. ഈ മുടിയും കൊണ്ട് ഇങ്ങനെ സമുദായത്തിന്റെ മുമ്പിലേക്ക് നടന്നപ്പോ ഇപ്പൊ പറയുന്നത് എന്താണ്? സനദിന്റെ ആര് വന്നാലും കാണിച്ചു തരാ എന്ന് പറഞ്ഞ കൂട്ടർക്ക് പത്രക്കാരുടെ മുമ്പിൽ ചൂളിപ്പോയി. പത്രക്കാര് ചോദിക്കുന്നു, ഇത്രയൊക്കെ കുഴപ്പമുണ്ടാക്കണോ നിങ്ങൾക്ക്? ആ സനദൊന്നാൻ കാണിച്ചു കൊടുത്തൂടെ? അപ്പൊ മൂപ്പര് പറയുന്നു, അങ്ങനെയാണ് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. പത്രക്കാര് ചോദിക്കുന്നു, എന്തേ? കാരണം അതിന്റെ അടിരേഖ അബൂദാബിയിലാണ്. രണ്ടാമത്തെ കേശം ഹസ്രജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനത് പോലത്തെ സനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളാ പ്രസിദ്ധീകരിക്കട്ടെ. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവനോടല്ലേ ചോദിക്കേണ്ടത്? എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളെടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണോ? അപ്പൊ ഇവിടെ കാണിച്ചതോ, അത് നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിയാൽ സാധാരണ ഒരു ഇതുണ്ടാവും, ഒരു ഡോക്യുമെന്റിനൊക്കെ ഒരു ആധാരം ഉണ്ടാവും, അടിയാധാരം വേറെ ഉണ്ടാവും. ഇത് ആൾക്കാരെടുത്ത് പോയി ചോദിക്കണം. പിന്നെ എന്തേ നിങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞു? പിന്നെന്തേ നിങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞത്? അപ്പുറത്തെ പൈസ ചോദിക്കുന്നു, കയ്യിലുണ്ടെങ്കിൽ പുറത്തേക്കിട് കാണട്ടെ. അപ്പൊ പറയുന്നു അത്രേ, ഇവര് കയ്യിലുണ്ട്, അതവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്, പുറത്തേക്കിടാൻ പറ്റൂല. ഇതന്നെ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ പറയുന്ന അബൂബക്കറിലേക്ക് കൊടുത്തു, വേറൊന്നും പറയുന്നില്ല. അങ്ങനെ കൊടുത്താൽ സനദാകോ? ഇത്ര പണിയുണ്ടോ സനദ് വായിക്കാനുണ്ടെങ്കിൽ? കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ വായിക്കാൻ ഇത്ര പണിയുണ്ടോ? പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എടുത്ത് പുറത്തിട്ടെന്ന് പറഞ്ഞു. കയ്യിലുള്ള സാധനം പുറത്തിട്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അതങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനൊന്നും പറ്റില്ല, ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത സാധനമാണ്. അതെ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണണം, ഞങ്ങൾക്കല്ലേ വലിയ മെനക്കെട്. അങ്ങനെ കയ്യിൽ പല പ്രാവശ്യം പറഞ്ഞു എന്തെല്ലാം വഴികളുണ്ട്. സ്വന്തമായി നെറ്റില്ലേ, സംവിധാനമില്ലേ, ദിവസവും ഉള്ള ഖുറാഫാത്തൊക്കെ അടിച്ചിറക്കുന്ന സാധനങ്ങളില്ലേ, അതിലൊക്കെ ഇട്ടൂടെ? എന്തെല്ലാം വഴികളുണ്ട്. 5 മണിക്കൂർ 7 മണിക്കൂർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഇടയിൽ ഇത്രയൊന്നും പണിയില്ലല്ലോ, ഈ ഭാഗത്ത് വായിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. ഇതും വായിച്ചില്ലേ? ഇപ്പോ ആ വായിക്കുന്നതിന്റെ ഇടയിൽ ഈ സനദ് പറഞ്ഞാൽ എന്താ? അത് വായിച്ചാൽ ഞങ്ങളുടെ ആവശ്യമല്ല, ആ ഷാഹ് മുബാറക്ക് ആണെന്ന് പറയുന്ന സാധനം സ്ഥിരപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യം. എന്നിട്ടും പറഞ്ഞില്ല. എന്തൊരു വഷളത്തരമാണ് ഇത്! ഇസ്ലാമാണോ? സനതുണ്ടെങ്കിൽ അത് കാണിച്ചുകൂടെ? അപ്പൊ ഇല്ലാത്ത എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു പാളമുടി, ഒരു നീളൻ മുടി, ഒരു കെട്ടുമുടി, അതേ കെട്ടുകണക്കിന് മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലതാ നബിതങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ടതാ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ, എത്ര കെട്ടാണ്? 2 കെട്ടെന്നും 3 കെട്ടെന്നും. പെണ്ണുകെട്ടിന്റെ കാര്യമല്ല മുടിക്കെട്ടാ പറയുന്നത്. എന്നിട്ടോ മുടിക്ക് അപാരമായ നീളം. ഇന്ന് പെണ്ണുങ്ങൾക്ക് വരെയില്ല അത്ര നീളമുള്ള മുടി, അപാരമായ നീളം. എന്തേ? അപ്പൊ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്കത്ര 1 മീറ്റർ നീളമുള്ള മുടിയോ? 1 മീറ്റർ നീളമുള്ള മുടിയാ, ഒരു കെട്ടുമുടി 1 മീറ്റർ നീളം. ഇത് കണ്ടിട്ടുണ്ടാവും നെറ്റിലൊക്കെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാന്നും പറഞ്ഞുകൊണ്ടുള്ള മുടിയെ പറ്റി പറയുന്നത് നാണുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാ പ്രിയപ്പെട്ടവരെ മുടി വളർത്തിയത്? ചെവിക്കുറ്റി വരെ അല്പം താണു. അതേ, അതല്ലാത്ത ഒരു നീളം അവിടുത്തെ മുടിക്കുണ്ടായിട്ടുണ്ടോ? മാത്രമല്ലല്ലോ, ഈ പേരോട് മുസ്ലിയാർ തന്നെയും പറഞ്ഞിട്ടില്ലേ എന്ത്? അതേ, സർവ്വ കള്ളത്തരീക്കത്തുകാരുടെയും സ്വഭാവമാണ് മുടി നീട്ടൽ. ഇവർക്കൊക്കെ ഒന്ന് ബാർബർ ഷാപ്പിൽ പോയിക്കൂടെ മൂപ്പര് ചോദിക്കുന്നുണ്ട്. പിന്നെന്താ പരിപാടി എന്നറിയോ? ഏകദേശ കള്ളത്തരീക്കത്തുകാരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം, മുടിക്ക് നീളം കണക്കുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ നീളം മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? എന്തേ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ മുടിയുടെ നീളം നിങ്ങൾ കണ്ടോ? ഇപ്പൊ ചോദിച്ചതല്ല, പണ്ട് ചോദിച്ചതാണ്. സാധു മനസ്സിലാക്കിയില്ല. പിന്നീട് ഇത് എനിക്കെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഉപരി കള്ളത്തിരിക്കത്തേരെ പറയാം. കുറെ ചങ്ങായിമാരുണ്ടല്ലോ ഇവിടെ അടുത്തൊക്കെ ചാവക്കാട് ഏരിയയിലെ കുമ്പരിച്ച അങ്ങനെ കണ്ടിരുന്നു. കംപ്ലീറ്റ് നീളമുള്ള മുടി. ഇവറ്റൊക്കെ ഒന്ന് ബാർബർ ഷാപ്പ് പോയിക്കൂടെ ഉപരി ചോദിക്കുന്നുണ്ട്. ഈ കള്ളത്തരീക്കത്തുകാരുടെ ലക്ഷണം ഇവറ്റിനൊക്കെ പിടിക്കണം, സാറുവാൻ വരെ പിടിക്കണം എന്നാണ് ഉപരി പറയണമെന്ന്. ഇത്ര താഴെ ഇറങ്ങിയൊക്കെ കള്ളന്മാരാണെന്നാ പറയുന്നത്. അപ്പൊ ഇതേത് കള്ളന്റെ മുടിയാ? അപ്പൊ ഈ കെട്ടിൽ ഈ നീണ്ടു കാണുന്ന മുടി ഏത് കള്ളന്റെതാ? പറയണം മുസ്ലിയാക്കന്മാര്. എനിക്കെന്റെ സാധാരണ ജനങ്ങളോടല്ല പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ നിങ്ങൾ പഴപ്പിക്കുന്ന ചില മുസ്ലിയാക്കന്മാരുണ്ട്. അവര് പറയുന്നതൊക്കെ ഹക്കാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. അതേ കള്ളത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ ശർറിൽ പെടാതെ സൂക്ഷിച്ചോളണേ. അവനവന്റെ പരലോകം കാത്തോളണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്കിത്ര നീളമില്ലല്ലോ, നിങ്ങളുടെ ഈ കെട്ടുമുടിക്കിത്ര നീളം എവിടെന്നാണ് ചോദിക്കുമ്പോൾ എന്തൊക്കെ ന്യായങ്ങളാ ഉളുപ്പില്ലാതെ പറയുന്നത്? ഒരു മുസ്ലിയാര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും ഇങ്ങനെ നീളുക. അതിനെന്താ മൗലിയരെ കണക്കുണ്ടോ? പിന്നെ കണക്കില്ലാതെ ഞങ്ങളാണ് പറയാം. ഞങ്ങൾ മൗലിയന്മാരല്ലേ ആണ് പറയാം. 1.7 സെന്റിമീറ്റർ മുതൽ 2.8 സെന്റിമീറ്ററോളം ഒരു കൊല്ലത്തിൽ ഈ മുടി വളരുന്നു. ഹദ്റജി പറയുന്നു, അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ശഅർ മുബാറക് ചിലപ്പോൾ 1.7, 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഅർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. കണക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ചു. 1.7 സെന്റിമീറ്റർ മുതൽ 2.8 സെന്റിമീറ്റർ വരെ വർഷാവർഷം ഈ മുടി വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ 1400 കൊല്ലായിട്ട് ഈ മുടി എത്ര ഉണ്ടാവും? ഇതൊക്കെ ഇപ്പൊ എവിടെ പോയി? അപ്പൊ ഇതിന് പിന്നെ വേറൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഒരു മുടി ഇങ്ങനെ നീണ്ട് ഇങ്ങനെ ചാവക്കാട്ടുന്ന അഞ്ചങ്ങാടി വരെ, അഞ്ചങ്ങാട്ടുന്ന വണത്തല വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നീണ്ടുപോകാന്നല്ലാതെ ഇതെങ്ങനെയാ കൂടിപ്പോയത്? അതിനും മറുപടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി നീളുക മാത്രമല്ല, വളരുക മാത്രമല്ല, പിളരും ചെയ്യുന്നു. പിളര ഇണച്ചം പൊട്ടുന്നു, ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങും. അതിനിങ്ങനെ ശാഖോപശാഖകളായിട്ട് ഇങ്ങനെ തൂങ്ങും. ഉളുപ്പുണ്ടോ ഒരു സമുദായത്തോട് പറയാൻ? ഈ സമുദായത്തോട് പറയാൻ പണ്ട് കാസിമി ചോദിച്ചിരുന്നു, ഉളുപ്പ്. നമ്മൾ ചോദിക്കുന്നതല്ല. നിങ്ങളത് മനസ്സിലാക്കി. ഇതാണ് എന്റെ സാധുക്കളായ സാധാരണക്കാരായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ഉമ്മപെങ്ങന്മാര്, സഹോദരന്മാർ ആലോചിക്കണം. നമ്മുടെ മുത്തുനബിക്ക് ഇത്ര നീളമുള്ള മുടിയുണ്ടോ? ഇത് സന്യാസിമാരെ പോലും നാണിപ്പിക്കുന്ന മുടി നമ്മുടെ നേതാവിന്റെ മുടിയാണെന്ന് കള്ളം പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് നമ്മൾ ആട്ടി ഓടിക്കില്ലേ? റസൂലുള്ളാഹിയുടെ പേരിൽ കള്ളം പറഞ്ഞ അങ്ങോട്ട് എന്നാൽ എനിക്കില്ലാത്ത മുടി എന്റെ പേരിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അതേ മുടി ഇങ്ങനെ നീളുന്നു, വളരും തോറും വളരുന്നു എന്ന് പണ്ടേതോ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതുപോലെ വളരുന്നു, പിളരുന്നു. ഓടും മുടി, ചാടും മുടി, വെള്ളം കണ്ടാൽ മുങ്ങും.